and welcome back to my YouTube channel. ഓണത്തിന് ശേഷം ഞാൻ എടുക്കുന്ന അടുത്ത വ്ളോഗാണ് ഇത്. ഒരു ഗ്യാപ്പ് വന്നു ബിക്കോസ് ഞങ്ങൾ കുറച്ച് ബിസി ആയിപ്പോയി. സോ ഈ വ്ളോഗും ഇത് കഴിഞ്ഞ് വരുന്ന കുറച്ച് വ്ളോഗ്സും നമുക്ക് ലൈഫിൽ ഭയങ്കര സ്പെഷ്യലായിട്ട് ഞാൻ കാണുന്നതും എനിക്ക് കീപ്പ് ചെയ്യാൻ ആഗ്രഹമുള്ള 2-3 വ്ളോഗുകളാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് മന്ത്, അതായത് ഒക്ടോബർ എന്ന് പറയുന്നത് നോയന്റെ ഫസ്റ്റ് ബർത്ത്ഡേ മന്ത് ആണ്. നോയ ഈസ് ഓൾറെഡി 1 year. എനിക്കാണെങ്കിൽ വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല നോയ്ക്ക് 1 year ആയി എന്നുള്ളത്. സോ അതിന്റെ പ്രിപ്പറേഷൻസിന്റെ ഒക്കെ ഒരു വീഡിയോ ആണ് ഇത്. സോ ഇന്ന് നമ്മള് കുറച്ച് കടകളിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം ബർത്ത്ഡേ സ്പെഷ്യലായിട്ട്. കുറെയൊക്കെ ഞാൻ ഓൺലൈനിൽ നമ്മൾ വാങ്ങിച്ചു. അപ്പൊ അതുകൊണ്ട് കുറെ സാധനങ്ങളൊക്കെ ആയി. ബാക്കി സാധനങ്ങള് നമ്മൾ ഇവിടെ തന്നെ ഓരോ സ്റ്റോറുകളിൽ പോയി മേടിക്കാമെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഐ എം സോ എക്സൈറ്റഡ്. ഞാൻ മാത്രല്ല, ഞാൻ ഇജ്ജ, അമ്മയാണെങ്കിൽ ഒരു 1 month മുമ്പ് തന്നെ 1 month മുന്നേ തന്നെ നോയടുത്ത് ഹാപ്പി ബർത്ത്ഡേ പാട്ടൊക്കെ പാടി തുടങ്ങി. അപ്പൊ ഇന്ന് കുറച്ച് അങ്ങനത്തെ അല്ലറ ചില്ലറ സാധനങ്ങൾ വാങ്ങിക്കുന്നതും, പിന്നെ ഇവിടെ ഞാനിങ്ങനെ റീൽസിൽ കണ്ടുള്ള പരിചയം എനിക്കുള്ളൂ. പിന്നെ നമ്മൾ 2-3 ഫ്രണ്ട്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിള്ളേരുടെ ബർത്ത്ഡേയുടെ അന്ന്, അല്ലെങ്കിൽ പിള്ളേരുടെ ബർത്ത്ഡേയുടെ അന്ന് കേക്ക് സ്മാഷ് ചെയ്യുന്നൊരു പരിപാടിയാണ്. അതായത് പിള്ളേർക്ക് അവരുടെ ബർത്ത്ഡേയുടെ അന്ന് ഒരു കേക്ക് അവർക്കായിട്ട് തന്നെ കൊടുക്കുക. എന്നിട്ട് അവര് ആ കേക്ക് അവർക്ക് ഇഷ്ടമുള്ള പോലെ അങ്ങ് അവർക്ക് ഇങ്ങനെ കഴിക്കാം, ഇങ്ങനെ പീച്ചിയൊക്കെ എടുക്കാം, അങ്ങനത്തെ ഒരു രീതി. അതാണ് കേക്ക് സ്മാഷിംഗ് എന്ന് പറയുന്നത്. അപ്പൊ കേക്ക് സ്മാഷിങ്ങിന്റെ ഒരു വീഡിയോ എടുക്കണം. ആൻഡ് അലോങ് വിത്ത് ദാറ്റ് ഇന്ന് ഞാനൊരു ബർത്ത്ഡേ ഫോട്ടോഷൂട്ട്, അതായത് നോയുടെ ബർത്ത്ഡേക്ക് മുന്നേ, അന്ന് എങ്ങനെയാന്ന് അറിയില്ല, ബട്ട് ഇന്നും എങ്ങനെയാണെന്നറിയില്ല, ബട്ട് എനിവേസ് എനിക്ക് ഒരു ഫോട്ടോ ഷൂട്ട് പോലെ എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ബർത്ത്ഡേക്ക് മുന്നേ. സോ ഞാൻ കുറച്ച് ഔട്ട്ഫിറ്റ്സ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം അത് ഇടിയിച്ച് അവന് കുറച്ച് 2-3 ഫോട്ടോസ് ഒക്കെ എടുത്ത് ആൻഡ് വീഡിയോസ് ഒക്കെ എടുത്ത് നിൽക്കാമെന്ന് വിചാരിക്കണം. അപ്പൊ നോയുടെ ബർത്ത്ഡേയുടെ ഇൻവിറ്റേഷനിൽ വെക്കാനായിട്ടുള്ള 2 ഫോട്ടോ എടുക്കണം. അതാണ് മെയിൻ ഉദ്ദേശം. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പം സമ്മറിൽ നിന്ന് ഫോൾ ആവുന്ന ഒരു ട്രാൻസിഷൻ പീരീഡിലാണ്. അപ്പം രാത്രി ഭയങ്കര തണുപ്പും നട്ടുച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കര ചൂടുമാണ്. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ ഫ്ലൂ സീസൺ ആണ്. എല്ലാവർക്കും ചുമ, ജലദോഷം. ഞങ്ങക്ക് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ചുമയും ജലദോഷമൊക്കെ ആയിരുന്നു. അതൊന്ന് മാറി വന്നപ്പോഴത്തേക്കും ഞാൻ ജോലിക്ക് കയറിയതുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് അടുത്ത സെറ്റ് കിട്ടി. അപ്പൊ ഇപ്പൊ ഞങ്ങളുടെ 2ാമത്തെ സെറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ചുമയാണ്, നീച്ചയ്ക്ക് ചുമയാണ്, നോയ്ക്ക് ചുമ പിടിച്ചിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അമ്മയ്ക്കും വയ്യായിരുന്നു. നെക്സ്റ്റ് വീക്ക് ആകുമ്പോഴത്തേക്കും ഹോപ്പ്ഫുള്ളി എല്ലാം ശരിയാവുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് സോ വി വിൽ സീ. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഏകദേശം വൈകുന്നേരം ആവാറായി. അപ്പോൾ ലൈറ്റ് പോകുന്നതിന് മുമ്പ് നോയുടെ 2-3 കുറച്ച് നല്ല ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ അവനെയും കൂട്ടി ഇറങ്ങി. ആൻഡ് ഇതാണ് നമ്മളെടുത്ത അവൻ്റെ ഫോട്ടോസ്. ആൻഡ് ഇനി ഇന്നത്തെ മിഷൻ നമ്പർ 3, നോയുടെ കേക്ക് സ്മാഷിങ്. നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് ലൈറ്റ് പോകുന്നതിന് മുന്നേ ഇത് ചെയ്യാമെന്നുള്ളൊരു സെറ്റപ്പ് ആക്കിയായിരുന്നു. പക്ഷേ ആ സമയമായപ്പോഴത്തേക്കും നോ ആകെ ടയേർഡായി. അപ്പം അധികം നല്ല ഫോട്ടോസൊന്നും കിട്ടിയില്ല. ഒരു 1-2 ഫോട്ടോസേ അവരും ചിരിച്ച് നമുക്ക് കിട്ടിയുള്ളൂ. ഞാൻ കണ്ടിട്ടുള്ള കേക്ക് സ്മാഷിങ് വീഡിയോസ് എല്ലാം പിള്ളേർ കേക്ക് അലങ്കോലാക്കുന്ന വീഡിയോസാണ് ഞാൻ കണ്ടത്. പക്ഷേ നോയ്ക്ക് കേക്കിൻ്റെ ക്രീം കയ്യിലായപ്പം അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അവൻ്റെ കയ്യിൽ എന്തോ ചെളിയായ പോലെയാണ് അവന് തോന്നിയത്. സോ അവൻ അത്ര കംഫർട്ടബിൾ അല്ലായിരുന്നു. Are you excited? Yeah. Noah, are you excited? Are you excited? Are you excited, Noah? Mama, ആരാ മമ്മ വരുന്നേ?
എന്റെ മോൻ കുറച്ചുകൂടെ വൈകിയായിരുന്നു ഞാൻ നടന്നു എയർപോർട്ടിൽ പോയേനെ. അമ്മയുടെ എക്സൈറ്റ്മെൻ്റ് ഒക്കെ കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ ആരായിരിക്കും വരുന്നതെന്ന്. സോ വി ആർ അറ്റ് വാട്ടർലൂ എയർപോർട്ട് ടു റിസീവ് മൈ ബ്രദർ ബേസിൽ കുട്ടൻ. അങ്ങനെ നോക്കിയിരുന്ന് നോയയുടെ ബർത്ത്ഡേയുടെ തലേദിവസം എത്തി. ഇപ്പോൾ നമ്മളുള്ളത് അപ്പുച്ചേട്ടൻ്റെയും പാറു ചേച്ചിയുടെയും തൻവിയുടെയും വീട്ടിലാണ്. നമ്മളുടെ ബർത്ത്ഡേയുടെ ഡെക്കറേഷൻസ് നമ്മൾ തന്നെയാണ് ചെയ്തത്. സോ എനിക്കൊരു തീം മനസ്സിലുണ്ടായിരുന്നു. സോ അതിൻ്റെ ഫോട്ടോസും കുറച്ച് റെഫറൻസ് പിക്ചേഴ്സൊക്കെ ഞാൻ പാറു ചേച്ചിക്ക് അയച്ചു കൊടുത്തു. ചേച്ചിയുടെ ഒരു ടാലൻ്റാണ് ആ ബർത്ത്ഡേ ഫങ്ഷൻ മൊത്തം കാണാൻ പോകുന്നത്. ചേച്ചിക്ക് ഇൻസ്റ്റഗ്രാമിലൊരു പേജുണ്ട്, ഡെക്കോർ ബൈ പി എന്ന് പറയണത്. നമ്മളുടെ ഒട്ടുമിക്ക എല്ലാ ഫ്രണ്ട്സിൻ്റെയും ബർത്ത്ഡേ ഡെക്കറേഷൻസ് ചെയ്തേക്കുന്ന ചേച്ചിയാണ്. സോ അന്ന് വൈകുന്നേരം അപ്പുചേട്ടൻ്റെ വക സ്പെഷ്യൽ പഴംപൊരിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചൂട് പഴംപൊരിയൊക്കെ കഴിച്ച് കഷ്ടപ്പെട്ട് ഡെക്കറേഷൻസ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബലൂൺസൊക്കെ നമ്മൾ ഇവിടെ ഉണ്ടാക്കിയിട്ട് ബർത്ത്ഡേ നടക്കുന്ന വെന്യൂയിലേക്ക് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടതുകൊണ്ട് നമ്മൾ ഓരോ ചെറിയ ക്ലസ്റ്റേഴ്സ് പോലെ ഉണ്ടാക്കിയിട്ടായിരുന്നു വെച്ചിരുന്നത്. എന്നിട്ട് അവിടെ ചെന്നിട്ട് നമുക്ക് ജോയിൻ ചെയ്യാമെന്നുള്ള രീതിയിൽ. അങ്ങനെ കുറേ മണിക്കൂറുകൾക്ക് ശേഷം നമ്മൾ ഏകദേശം ഒന്ന് സെറ്റാക്കി എല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങി. അങ്ങനെ ബലൂൺ ക്ലസ്റ്റേഴ്സ് എല്ലാം നമ്മൾ വാരിയെടുത്ത് നമ്മളുടെ 2 കാറുകളിലും ആക്കി ഫില്ല് ചെയ്ത് പോകുന്നൊരു സെഗ്മെൻ്റാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ആൻഡ് ഇത് നമ്മൾ ലിഫ്റ്റിൽ നിന്ന് കൊണ്ടുപോയി അവിടെ ഇറക്കുന്ന വിഷ്വൽസാണ് ഇത്. ആൻഡ് സത്യം പറയാലോ, ഇറ്റ് വാസ് വെരി ഫൺ. ഭയങ്കര രസമായിരുന്നു എല്ലാവരോടും ഒന്നിച്ചിരുന്ന് ചെയ്യുന്നത്. അവിടെ പോയി ഡെക്കറേഷൻസ് ഒക്കെ വെച്ചിട്ട് തിരിച്ചു വന്നിട്ട് എനിക്ക് ഒരുപാട് പണികളുണ്ടായിരുന്നു. എനിക്ക് നോവയുടെ വെൽക്കം ബോർഡ് സെറ്റാക്കണമായിരുന്നു. ആൻഡ് നോവയുടെ 12 months ഫോട്ടോസ് ഒട്ടിച്ച ഒരു ബോർഡിൽ സെറ്റാക്കണമായിരുന്നു. നമ്മൾ ഈ ഫോട്ടോസൊക്കെ പ്രിൻ്റ് എടുത്തത് വാൾമാർട്ടിൽ നിന്നാണ്. ഹലോ എവരിബഡി, സോ ടുഡേ ഈസ് ദ ഡേ. അപ്പോ ഇന്നാണ് നോയന്റെ ബർത്ത്ഡേ. നമ്മള് രാവിലെ വെളുപ്പാൻ കാലത്ത് എഴുന്നേറ്റ് പോവാണ് ഡെക്കറേഷന്റെ ബാക്കി പരിപാടിക്ക് വേണ്ടിട്ട്. ഇന്ന് ആകെ ടെൻഷൻ ആയിട്ടിരിക്കുവാണ്, എന്താന്നറിയില്ല. ഒരു പ്രോഗ്രാം നടക്കണേന്റെ ആയിരിക്കും. ബട്ട് എനിവേസ് നമുക്ക് നോക്കാം ഇന്നെങ്ങനെ ഉണ്ടാവുന്ന. നമ്മളുടെ ഫുഡൊക്കെ ഏകദേശം സെറ്റാണ്. നമ്മൾ സ്റ്റാർട്ടേഴ്സ് ആയിട്ട് ഫ്രൂട്ട് പഞ്ചും പോപ്കോൺസും ആണ് വെക്കുന്നത്. പിന്നെ മെയിൻ കോഴ്സ് എല്ലാരും ബിരിയാണി വെക്കുമ്പോൾ നമ്മളൊരു വെറൈറ്റിക്ക് പിടിക്കാൻ നോക്കിയതാണ് കുഴിമന്തി. ഗ്രാൻഡ് മലബാർ എന്ന് പറഞ്ഞ നമ്മളുടെ കേംബ്രിഡ്ജ് തന്നെയുള്ള ഒരു ഹോട്ടലിൽ നിന്നാണ്. പിന്നെ അതിന്റെ കൂടെ സൈഡായിട്ട് കട്ട്ലറ്റും പിന്നെ ഒരു സാലഡും ഉണ്ട്. പിന്നെന്താണ്, പിന്നെ ഡെസേർട്ട് വരുമ്പം ഐസ്ക്രീം ഉണ്ട്, ഗുലാബ് ജാം ഉണ്ട്. സോ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഫുഡ് മെനു. സോ നമ്മളുടെ പരിപാടി നടക്കുന്നത് ഈ അപ്പാർട്ട്മെന്റ് റൂഫ് ടോപ്പ് പെന്റ് ഹൗസിലാണ്. സോ നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പൊ ഇന്ന് ഡെക്കറേഷൻ ചെയ്യുന്ന നമ്മളുടെ ഡെക്കോർ ബൈ പീന്റെ ഓണറായ പാറു ചേച്ചിയും അപ്പുചേട്ടനൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് തൻവി ടു. പിന്നെ നമ്മള് മിഥുൻ ചേട്ടനും ഫാമിലി ഇവിടെ ഉണ്ട്. പിന്നെ നമ്മള് ഹെൽപ്പ് ചെയ്യാനായിട്ട് അൽക്കേഷ് ചേട്ടൻ, നോയൽ ചേട്ടൻ, ബേസിൽ ചേട്ടൻ, സ്റ്റെഫിൻ ചേട്ടൻ എല്ലാരും വരുന്നുണ്ട്. അവര് കുറച്ച് നമ്മളിവിടെ ചെന്നിട്ട് ഒന്ന് സെറ്റിലായി എന്തൊക്കെ സാധനങ്ങൾ വേണം എക്സ്ട്രാ എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് വിളിക്കാന്ന് വിചാരിച്ചു. നോയനെ നമ്മൾ വീട്ടിലിരുത്തിട്ട് വന്നേ. അമ്മയുണ്ട് അവിടെ, ബേസ്ലൂട്ടനുണ്ട്. ബേസ്ലൂട്ടിന്റെ ഇന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചവരെ, അതായത് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന വരെ മെയിൻ ജോലി നോയനെ നോക്കാന്നുള്ളതാണ്. അമ്മയ്ക്ക് പണിയുണ്ട്. അമ്മയ്ക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കാനുണ്ട്, സാലഡ് ഉണ്ടാക്കാനുണ്ട്, പ്ലസ് ഗുലാബ് ജാം നമ്മൾ പക്ഷെ നേരത്തെ സെറ്റാക്കി വെച്ചോണ്ട് അതിന്റെ പണിയില്ല. പിന്നെ എന്റെ ഫോൺ ഇങ്ങനെ ബസ് ചെയ്തോണ്ടിരിക്കുകയാണ്. വിഷസിന്റെ കൂമ്പാരമാണ്, എല്ലാരും വിളിക്കുന്നു, മെസ്സേജസ് ആണ്.
എല്ലാവർക്കും ഭയങ്കര താങ്ക്സ് ഉണ്ട്. ഈ സമയം ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ എന്താ അതിന്റെ റിപ്ലൈ ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല. ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം ഇതൊക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ടൊക്കെ എല്ലാവർക്കും ഒന്ന് റിപ്ലൈ ഒക്കെ അയക്കാനായിട്ട്. പിന്നെ ഇത് നമ്മളുടെ ബർത്ത്ഡേ തീം ഞാൻ പറഞ്ഞോന്ന് എനിക്ക് അറിയത്തില്ല. ബർത്ത്ഡേ തീം എന്ന് പറഞ്ഞാൽ വൈൽഡ്. ഓക്കെ, എനിവേസ് ഇറ്റ്സ് എ സർപ്രൈസ്. പക്ഷേ നമ്മുടെ ഡെക്കറേഷന്റെ ഒക്കെ ഏകദേശം വീഡിയോസ് ഒക്കെ കാണുമ്പോൾ മനസ്സിലാവും കുറെ പേർക്ക്. ഓക്കെ, 5 മിനിറ്റിന് സർപ്രൈസ്. പിന്നെ നമ്മളുടെ ഫംഗ്ഷൻ നമ്മള് കമ്പയറിംഗ് ആയിട്ട് നമ്മളുടെ ഫ്രണ്ട്സ് തന്നെ ചെയ്യുന്നുണ്ട്. രമ്യയും സിന്നുമാണ് അത് ചെയ്യണത്. അപ്പൊ അവരുടെ കയ്യിലായിരിക്കും ഇന്നത്തെ ഫംഗ്ഷൻ ഓവറോൾ അവരായിരിക്കും കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾ ഏകദേശം എന്തൊക്കെയാണ് വേണ്ടത് നമ്മളുടെ അജൻഡാസ് പറഞ്ഞെടുത്തിട്ടുണ്ട്. ആൻഡ് അവരാണ് പ്രിപ്പയർ ചെയ്ത് പറയുന്നത്. ആൻഡ് ഹോപ്പ്ഫുള്ളി ഫിംഗേഴ്സ് ക്രോസ്ഡ് എല്ലാം നല്ലതായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഐ ഹോപ്പ് സോ. നമ്മൾ സാധനങ്ങളൊക്കെ വെന്യൂ നടക്കുന്ന റൂമിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. നമ്മളുടെ വെൽക്കം ബോർഡാണ് ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഹിയർ ഈസ് അവർ വെൽക്കം ബോർഡ്. ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി സൈഡിലെ ടേബിളിൽ നമുക്ക് കുറച്ച് സാധനങ്ങൾ വെക്കാനുണ്ട്. ആൻഡ് ഹിയർ സ്റ്റാർട്ട്സ് ദ മെയിൻ ഡെക്കറേഷൻ. നമ്മുടെ മെയിൻ സ്റ്റേജിൻ്റെ ഡെക്കറേഷനാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാണുമ്പോൾ അത് സിമ്പിളായിട്ട് തോന്നുമെങ്കിലും ഇറ്റ് വാസ് റിയലി ഹാർഡ്. പക്ഷേ നമ്മളെല്ലാവരും ഒന്നിച്ചുണ്ടായതുകൊണ്ട് ആൻഡ് നമ്മളിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഫുൾ തമാശയൊക്കെ ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് ഇറ്റ് വാസ് വെരി എൻജോയിങ് ടാസ്ക്. എൻ്റെ ഇച്ചയുടെ മുഖത്തൊരു ഇച്ചിരി ടെൻഷൻ കാണും. കാരണം ഇത് നമ്മളുടെ കാനഡയിൽ വെച്ച് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഒരു ഫസ്റ്റ് മേജർ പരിപാടിയാണ്. ഇതിനു മുന്നേ നമ്മൾ ജെൻഡർ റിവ്യൂലൊക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്, നമ്മൾ ബർത്ത്ഡേ പാർട്ടീസൊക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മൾ ഇന്ന് വരെ നടത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു പരിപാടിയാണ്. സോ അതിൻ്റെ ഒരു ടെൻഷനുണ്ട്, എങ്ങനെയാവും എന്താവും എന്നൊക്കെ. Our fruit punch is ready. അങ്ങനെ നമ്മളുടെ ഡെക്കറേഷൻ പരിപാടികളൊക്കെ ഏകദേശം അവസാനത്തോടെ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ചേട്ടന്മാരൊക്കെ ഭയങ്കര ബിസിയാണ്. നമ്മളുടെ സ്റ്റാർട്ടേഴ്സായ പോപ്കോണൊക്കെ ഉണ്ടാക്കുന്നു, പാക്ക് ചെയ്യുന്നു ആൻഡ് ഡെക്കറേറ്റ് ചെയ്യുന്നു. ആൻഡ് ഇതാണ് നമ്മളുടെ വെൽക്കം ബോർഡ് വിത്ത് നമ്മളുടെ സൈഡിലെ ടേബിൾ. ഇച്ചയുടെ ഐഡിയ ആയിരുന്നു ഇതുപോലെ നമ്മൾ നോയയുടെ ഒരു വൈറ്റ് വൺസി വെച്ചിട്ട് അതിനകത്ത് നോയ്ക്കുള്ള വെൽ വിഷസ് എഴുതാനുള്ള ഒരു സെറ്റപ്പ്. നമ്മളുടെ ഡെക്കറേഷൻസ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ പോകുന്നതിന് തൊട്ട് മുന്നേ ഞാൻ വിചാരിച്ചു നമുക്ക് നമ്മളുടെ ഡെക്കറേഷൻസിൻ്റെ ഒക്കെ വീഡിയോ ഒക്കെ എടുക്കാമെന്ന്. ആൻഡ് ദിസ് ഈസ് അവർ ഡെക്കറേഷൻസ് ആൻഡ് നമ്മൾ റിട്ടേൺ ഗിഫ്റ്റ്സ് പിന്നെന്താണ് നമ്മളെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഫുഡ് ആൻഡ് എവറിത്തിങ്. അപ്പം ഇതൊക്കെയാണ്, ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നത്. ആൻഡ് ഹിയർ ഈസ് അവർ സൂപ്പർ സ്റ്റാർ. സോ നോക്കുട്ടൻ റെഡി ആയിട്ട് നമ്മളെല്ലാവരും റെഡി ആയിട്ട് ബർത്ത്ഡേ ഫങ്ഷനിലേക്ക് വരുന്നൊരു ഇൻട്രോ സീനാണിത്. നോയുടെ അപ്പ സിബിൻ ചേട്ടൻ, നോയുടെ അമ്മ അശ്വതി, നോയുടെ മിമോ, നോയുടെ അമ്മ. Okay. Okay. Now let's quickly check for the best outfit of the day. Sorry guys. No one stole the show. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. No one is star of the day. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ 1 year of നോവ, അതുപോലെ തന്നെ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ 1 year of നിങ്ങളുടെ പേരൻസ്. നമുക്ക് വളരെ കുറച്ച് തോന്നിയില്ലേ, പക്ഷെ
അതൊരു വണ്ടർഫുൾ ജേർണി ആയിരുന്നു. ഐ മീൻ ഒരു ലേണിംഗ് ആയിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇവിടെ പിള്ളേരുള്ളവരിൽ നിന്നൊക്കെ പഠിച്ച് നമ്മളായിട്ട് കണ്ട റീൽസും യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ട് പഠിച്ചെടുത്ത് വളർത്തിയെടുത്ത് ഒരു വയസ്സ് വരെ ആകെ കഷ്ടപ്പെട്ടു. ഇറ്റ് വാസ് നൈസ്. എനിക്കെന്താ പറയാനുള്ളേ പറയാൻ സ്ലീപ്ലെസ് നൈറ്റ്സും കുറച്ച് നാള് തുടക്കത്തിലേ ഉണ്ടായിരുന്നുള്ളൂ. കുഴപ്പമില്ല. പിന്നെന്താ ഞാനും പൊതുവേ പിള്ളേരെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. പക്ഷെ നമ്മളിങ്ങനെ വല്ലപ്പോഴും ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെ പോകുമ്പോഴേ കാണാറുള്ളൂ. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ 24 hours നമ്മുടെ കൊടുക്കുന്നുണ്ട്. അപ്പം ലൈഫില് ഇതിന്റെ എല്ലാ ചേഞ്ചസും കാര്യങ്ങളും എല്ലാം നമുക്ക് കൺമുന്നിൽ കൂടെ കാണാൻ പറ്റി. സോ ഇറ്റ് വാസ് സോ നൈസ് ടു സീ. എന്താ ലക്കി ടു ബി എ മദർ. ദാറ്റ്സ് ഓൾ. ഓക്കെ, താങ്ക് യു. നമ്മളിവിടെ പേരൻഹുഡ് എന്താണെന്ന് കേട്ടു. ഇനി നോയുടെ അമ്മച്ചി ഇവിടെ ഉണ്ട്. ഈ അമ്മച്ചിയുടെ അമ്മച്ചിഹുഡ് എങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക് ചോദിച്ചു നോക്കാം. വളരെ നല്ലതായിരുന്നു. എനിക്ക് നോ ഭയങ്കര പാവമാണ്. പിന്നെ എനിക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ ബേസിൽ അമ്മാവൻ ഇവിടെ ഉണ്ട്. അവരെ നമുക്ക് വെറുതെ വിടാൻ പറ്റത്തില്ലോ. നമുക്ക് അവരോട് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു ബേസിന്റെ എക്സ്പീരിയൻസ്. അമ്മാവൻ ഫുഡ് ഓക്കെ അപ്പൊ പെർഫെക്റ്റ്. ഇനി നമ്മള് കൂടുതൽ നീട്ടി കൊണ്ടുപോകുന്നില്ല. അവൻ തന്നെ എക്സൈറ്റഡ് ആണ് കേക്ക് കണ്ടിട്ട്. അപ്പൊ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. എല്ലാം റെഡി അല്ലേ? അപ്പൊ നോയ്സ് എവർ ബർത്ത്ഡേ കേക്ക് ഓഫ് ഹിസ് ലൈഫ്. അപ്പോ നമുക്ക് എല്ലാവർക്കും ഹാപ്പി ബർത്ത്ഡേ പാടാം ഒരുമിച്ച്. നോയുടെ 1 year ഓഫ് ജേർണി നോയുടെ ഫാമിലി ഒരു വീഡിയോ ആയിട്ട് പ്രസന്റ് ചെയ്യുന്നുണ്ട്. ബട്ട് എല്ലാവരും അത് നല്ല കെയർഫുൾ ആയിട്ട് കാണണം. ബിക്കോസ് വി ഹാവ് സംതിങ് വെയിറ്റിംഗ് ഫോർ യു ഗൈസ് ആഫ്റ്റർ ദ വീഡിയോ. സോ വി വോണ്ട് എവ്രിവൺ ടു വാച്ച് ദ വീഡിയോ കെയർഫുള്ളി. ഓക്കെ? Do you know about Noah? അതായത് ഞങ്ങളിവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഒരു ഫാമിലിയിൽ നിന്ന് ഒരാൾക്ക് ആൻസർ പറയാൻ പറ്റുള്ളൂ. സോ ഇഫ് യു നോ ദ ആൻസർ യു ക്യാൻ റൈസ് യുവർ ഹാൻഡ്സ്. പ്രൈസ് ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻസ് ശ്രദ്ധിച്ച് കേട്ടോ. When was Noah's baptism? February 26th. Second question. How many teeth does Noah have? 8. Archie വരും. I have later. The next question. What is Noah's favorite toy? Don't know. Yeah, guess here. Favorite toy. Noah's favorite toy. Spoonalla. Balloon. Lamborghini. See, let's see. Favorite toy. Noah's favorite toy. എല്ലാ വീട്ടിലുണ്ടാവും. അല്ല, ഇതിലുണ്ട്. എല്ലാവരുടെയും വീട്ടിലുണ്ട്. അല്ല, അല്ല. Yes. വരൂ. Yeah, clapping, guys. Remote, TV remote. TV remote ആണ് Noah's favorite. When did Noah took his steps for the first time? I don't remember. വീഡിയോയിൽ ഉണ്ടായിരുന്നു. Date വേണം. വളരെ date year. 17 April. July, yeah. No? Yes. എല്ലാവരും clap ചെയ്യൂ. Love you. Yay. Okay, last question. What is Noah's zodiac sign? Zodiac sign.
ഓക്കെ, നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം മെയിൻ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ നിങ്ങൾ എല്ലാവരും ഫ്രണ്ടിലേക്ക് വരാം, ഫോട്ടോ എടുക്കുക, നോയുടെ കൂടെ നോനെ വിഷ് ചെയ്യാം, കേക്ക് കഴിക്കാം, പോപ്കോൺ ഉണ്ട്, ഇവിടെ ഫ്രൂട്ട് പഞ്ച് ഉണ്ട്, എല്ലാവരും അതൊക്കെ കഴിക്കാം. നമ്മുടെ മെയിൻ കോഴ്സ് എന്താ നല്ല ഐഡിയ ഉണ്ടോ? നല്ല മണം വരുന്നുണ്ട്. അതെ, മെയിൻ കോഴ്സ് എന്താണെന്ന് നല്ല ഐഡിയ ഉണ്ടോ എല്ലാവർക്കും? ഫുഡ് എന്താണെന്ന്? ബിരിയാണി അല്ല, മന്തി മതി. അപ്പൊ മന്തിയൊക്കെ കഴിക്കാമല്ലോ. അങ്ങനെ നമ്മുടെ ഫങ്ഷൻ എല്ലാം കഴിഞ്ഞ് നമ്മളെല്ലാം ക്ലീൻ ചെയ്ത് എല്ലാവരും ഹാപ്പി ആയിട്ട് പിരിഞ്ഞു. ആൻഡ് നൗ ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പാർട്ട്, ഗിഫ്റ്റ് പൊട്ടിക്കുന്ന പരിപാടി. ഞാൻ ആക്ച്വലി ഇതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ എടുക്കണം എന്നായിരുന്നു വിചാരിച്ചത്, ബട്ട് എല്ലാവരും ഒന്നിച്ചുണ്ടായതുകൊണ്ട് വി തോട്ട് നമുക്ക് ഇപ്പോൾ തന്നെ പൊട്ടിക്കുകയെന്ന്. ആൻഡ് അത് ഭയങ്കര ഫണ്ണായിരുന്നു. I think Noah had a great time. And with this, we are ending this video. Thank you for watching. Bye.